ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ മോദി ബുക്സ് പ്രസിദ്ധീകരിച്ച ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാൾ സമ്മാനം എന്ന ബാലനോവലിൻ്റെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. പ്രത്യേകമായി പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നില്ല. കാരണം ആകെ കിട്ടുന്ന 30 മിനിറ്റ്, അതിലിപ്പോ 2 മിനിറ്റ് കഴിഞ്ഞു. എല്ലാവർക്കും ഒരു 2-3 മിനിറ്റ് സംസാരിക്കാനുള്ള സമയം പോലും കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷെ എങ്കിലും പുസ്തകം പരിചയപ്പെടുത്തി അല്ലെങ്കിൽ പ്രകാശനം ചെയ്തു, ഒരു ഫോട്ടോ എടുത്തു എന്ന് മാത്രമാണ് ഈ ചടങ്ങ് കൊണ്ട് ഒരു എഴുത്തുകാരനോ പ്രസാധകനോ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി. ഇതൊരു ബാലസാഹിത്യമാണ്. ഇതിന്റെ രചയിതാവ് ഞാൻ തന്നെ ആണ്. എൻ്റെ പേര് NN സുരേന്ദ്രൻ. ഞാൻ കുറേയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ബാലസാഹിത്യത്തിൽ അധികം പുസ്തകങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ വിദ്യാഭ്യാസ പുസ്തകങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്. ബാലസാഹിത്യം, ഒരു ബാലകവിതയും ഈ ഉണ്ണിക്കുട്ടന്റെ പിറന്നാൾ സമ്മാനം, ഇത് 2ാം ഭാഗമാണ് ഇപ്പോൾ എഴുതിയത്. 1ാം ഭാഗം എഴുതി 4-5 പതിപ്പ് കഴിഞ്ഞ് അത് വീണ്ടും ഒരു ചെറിയ പ്രസാധകൻ അച്ചടിച്ച് അത് വിതരണം ചെയ്യുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കൊണ്ടാണ് 2ാം ഭാഗം എഴുതി കുറെ കൂടി അതിനെ ഒന്ന് മികവുറ്റതാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഏതായാലും ഞാൻ ആ പുസ്തകത്തെ എൻ്റെതായ വാക്കുകളിൽ കൂടി പരിചയപ്പെടുത്തുന്നില്ല. തീർച്ചയായും ആ പുസ്തകം വായിച്ച 1-2 പേരെങ്കിലും നമ്മുടെ വേദിയിലുണ്ട്. ഞാൻ അവരെ ഒന്ന് സ്വാഗതം ചെയ്തതിന് ശേഷം പെട്ടെന്ന് പിൻവാങ്ങാം. ഇത് പ്രകാശനം ചെയ്യുന്നത് ശ്രീ അനിൽ വേഗയാണ്. അനിൽ വേഗ മുഖ്യമായി ഇപ്പോ ഒരു പ്രസാധകൻ ആണ്. അതിനുപരി പ്രസാധകരുടെ, ചെറുകിട സമാന്തര പ്രസാധകരുടെ ഒരു സംഘടന രൂപീകരിച്ച് അതിന്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് കുറെ അംഗങ്ങൾ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഫെഡറേഷൻ ഓഫ് മലയാളം ബുക്ക് പബ്ലിഷേഴ്സ് എന്നത്. അതിനെക്കുറിച്ച് തീർച്ചയായും ജനറൽ സെക്രട്ടറി ആണ് അനിൽ വേഗ. 2 വാചകം പറയും എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റ് കൂടിയാണ്. നമ്മുടെ ചീഫ് വിപ്പ് ജയരാജ് സാറിന്റെ സ്റ്റാഫിൽ പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. ഞങ്ങൾ വളരെ അടുത്ത ആളുകളാണെങ്കിലും ഇതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പരസ്പരം എന്താ പറയാ ഓരോരുത്തരുടെ ബയോഡേറ്റ ഒന്നും അന്വേഷിക്കാറില്ല. സൗഹൃദം പങ്കുവെക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന ആളുകളാണ്. അതിന് സമയം കിട്ടാറുള്ള ജീവിതത്തിൽ അതൊരു പ്രശ്നമാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് സുനിൽ P. മതിലകമാണ്. അദ്ദേഹം ബാലസാഹിത്യത്തിലാണ് കൂടുതൽ രചനകൾ നടത്തിയിട്ടുള്ളത്. പ്രസാധകനാണ്. പെന്റ് ഹൗസ് തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. അദ്ദേഹമാണ് ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി. മറ്റു വേദിയിൽ ഇരിക്കുന്ന പ്രധാന 2 വ്യക്തിത്വങ്ങള് ജയചന്ദ്രൻ ഗ്ലോബൽ ബുക്സിന്റെ സാരഥിയാണ്. അദ്ദേഹവും ബാലസാഹിത്യം രചിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. സതീഷ് ബാബു, ശരത് ബാബു തച്ചമ്പാറ ആപ്പിൾ ബുക്സിന്റെ ഉടമയാണ്. ധാരാളം ബാലസാഹിത്യ കൃതികൾ രചിച്ചിട്ടുണ്ട്. പാലക്കാടാണ് ആ സ്ഥാപനം. പിന്നെയുള്ളത് രാജൻ പാച്ചല്ലൂർ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് ആണ്. മോദി ബുക്ക് സ്റ്റാളില് ഇപ്പോ സേവനം അനുഷ്ഠിക്കുന്നു. എല്ലാവരെയും അതോടൊപ്പം തന്നെ പ്രത്യേകമായി ക്ഷണിച്ചില്ലെങ്കിൽ പോലും ഈ സദസ്സിലെത്തിയ ബഹുമാന്യരായിട്ടുള്ള ഓരോ ആളുകളും പ്രത്യേകമായ വ്യക്തിത്വമുള്ള എഴുത്തും വായനയും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപെടുന്ന ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
എല്ലാവരെയും സ്നേഹത്തോട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രകാശന കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ശ്രീ അനിലിനെയും സുനിലിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കാം. പ്രിയപ്പെട്ടവരെ, സുരേന്ദ്രൻ മാഷ് വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പ്രകാശന ചടങ്ങിന്, ഇപ്പം നമ്മൾ ശിവനും പാർവതിയും ഉള്ള ഒരു കഥ അറിയാം. ഗണപതി അച്ഛനും അമ്മയ്ക്കും ചുറ്റും സഞ്ചരിച്ചപ്പോൾ അത് ലോകമെന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയും സമ്മാനം കൊണ്ടുപോവുകയും ചെയ്തത് നിങ്ങൾക്കറിയാം. സുബ്രഹ്മണ്യം തിരിച്ചു വന്നപ്പോഴത്തേന് സമ്മാനം ഗണപതി കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ സുരേന്ദ്രൻ മാഷ് അദ്ദേഹത്തിന്റെ പരിസരത്ത് നിന്ന് ഈ ഗസ്റ്റുകളെ സാംശീകരിച്ചത് എന്നെ അത്ഭുതപ്പെടുത്തി. ഇതിപ്പം തീരുമാനിച്ചൊന്നുമല്ല, അത് നേരത്തെ തന്നെ അദ്ദേഹം തീരുമാനിച്ചതാണ്. അതിലൊരു കാര്യമുണ്ട്. ഇപ്പം മറ്റ് പ്രസാദകർക്കും ഒരു മാതൃകയാക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊരു ഗസ്റ്റിനെ വിളിച്ചാൽ ഈ ഗസ്റ്റ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു എഫർട്ട് ഉണ്ട്. വന്നോ, എത്തിയോ, ബ്ലോക്കിലാണ്, വന്നുകൊണ്ടിരിക്കുന്നു, വന്നാൽ ഇവരെ റിസീവ് ചെയ്യുന്നത്. പലപ്പോഴും ഈ വരുന്ന ഗസ്റ്റുകൾ ആരാന്ന് പോലും നമുക്ക് പലരും വഴിയായിരിക്കും നമുക്കൊരു ഗസ്റ്റിനെ ലഭിക്കുന്നത്. വന്നു കഴിഞ്ഞായിരിക്കും ഈ ഗസ്റ്റ് വന്നു കഴിഞ്ഞായിരിക്കും നമുക്കത് ആരാണെന്ന് പോലും തിരിച്ചറിയും. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം അറിയാം. അത് സുരേന്ദ്രൻ മാഷിന് മനസ്സിലാക്കിയുണ്ടോ എന്തോ ഇവിടെ അങ്ങനെ വരുമ്പോൾ പ്രസാദകരെ തന്നെ വിളിച്ചു. യഥാർത്ഥത്തിൽ ഈ പ്രസാദകരെല്ലാം തന്നെ എഴുത്തുകാരാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹം അതിലുകൊണ്ട് ചിന്തിക്കുന്ന ഒരു കാര്യം, ഇവിടെ പലപ്പോഴും പ്രസാദകരായിട്ട് വന്ന് ഇരിക്കുന്ന വ്യക്തികൾ അവർ 5, 8, 10 പുസ്തകങ്ങൾ എഴുതിയവരും അതിൽ കൂടുതൽ എഴുതിയവരുമായിട്ടുള്ള പുസ്തകം തന്നെ ഒരു പ്രസാധകൻ ബി ഫോർ എവർ എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടനയിലുള്ള പ്രസാധകൻ അദ്ദേഹം തന്നെ എഴുതിയ പുസ്തകങ്ങളാണ് മുഴുവനും. അപ്പൊ അങ്ങനെയുള്ളവരെ ആരും ഒരിക്കലും തിരിച്ചറിയാറില്ല. അതിൻ്റെ ഒരു വലിയ പ്രശ്നം അതാണ്. ഈ പ്രസാധകർ എപ്പോഴും ഇതിന്റെ കട്ടന് പുറയില്ല. അവർ ഒന്നിലെ അഭിപ്രായങ്ങളൊന്നും പറയത്തൊന്നുമില്ല, ആരെങ്കിലും സ്വാഗതം പറയിപ്പിക്കും, അതിനപ്പുറമാണ്. അതിനപ്പുറം ഒരു മാറ്റമാണ് ഇന്നിവിടെ അദ്ദേഹം ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ ആളുകൾ ഇല്ലെങ്കിലും റെക്കോർഡ് ചെയ്യപ്പെടുന്നതുകൊണ്ട് വളരെ സന്തോഷം. അതുതന്നെയാണ് അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശമെന്ന് മനസ്സിലാക്കുന്നത്. സുരേന്ദ്രൻ മാഷിനെ സംബന്ധിച്ചോളം വളരെ വ്യത്യസ്തനായ ഒരു പ്രസാധകനാണ്. സുരേന്ദ്രൻ മാഷിനെ ഞാൻ ബോധി ബുക്സിനെ ആദ്യം കാണുമ്പോൾ അന്ന് ഈ ഫ്ലെക്സ് ഒക്കെ ഭയങ്കരമായിട്ട് എല്ലാ സ്ഥലത്തും ഭയങ്കര ധവളിപ്പുള്ള മിന്നിത്തിളങ്ങുന്ന ഫ്ലെക്സുകൾ വെച്ച സ്റ്റോളുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ബോധി ബുക്സ് എന്ന് എഴുതിയ ഒരു പായില് ബോധി ബുക്സ് എന്ന് എഴുതി. അപ്പൊ ഞാൻ അതൊരു പ്രത്യേകതയായിട്ട് തോന്നിയെങ്കിലും ഞാൻ ഓർത്തത് ഇദ്ദേഹത്തിന്റെ ഈ നാട്ടിൽ നിന്ന് ഈ പായി ചുവന്നുകൊണ്ട് വരിക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അപ്പൊ അതൊരു ഡെഡിക്കേഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഡെഡിക്കേഷനുള്ള മനുഷ്യനാണ് സുരേന്ദ്രൻ മാഷ്. പിന്നെ ഒന്ന് ബാലസാഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ, ഉണ്ണിക്കുട്ടന്റെ പിറന്നാൾ സമ്മാനം എന്ന് പറയുന്ന ഈ ബാലസാഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഇവിടെയുള്ള ചർച്ചകൾ ഈ സ്റ്റോളിൽ ഇരിക്കുന്നതുകൊണ്ട് ചർച്ചകളൊന്നും കേൾക്കാനൊന്നും പറ്റുന്നില്ല. എന്നാൽ എതിർച്ച ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 10-15 വയസ്സിൽ താഴെയുള്ളൊരു പയ്യൻ എ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. എ കുറിച്ച്. അപ്പൊ അവന്റെ 3 ഇരട്ടി പ്രായമുള്ള ആളുകളാണ് അതിന്റെ ഓഡിയൻസ്. അപ്പൊ ഓരോ എ കുറിച്ച് പറയുന്ന ഓരോ ഘട്ടത്തിലും ആ കുട്ടി ഓഡിയൻസിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടേ പറയൂ. നിങ്ങൾക്ക് അപ്പോൾ ഈ ഇരിക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ കൊച്ചുകുട്ടി ചോദിക്കുമ്പോൾ അവനോട് എങ്ങനെയാണ് ഇത് മനസ്സിലായില്ല, ഇല്ല മനസ്സിലായിട്ടുണ്ട് എന്ന് പറയും. ചിലര് മാത്രം അവന്റെ ആ പറയുന്നതിനെ ആ ഒരു കടന്നവര് മാത്രം കൈമുക്കുകയും മനസ്സിലായിട്ടില്ലാത്തവർ അഭിപ്രായം പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന കാരണം, നമ്മൾ ബാലസാഹിത്യം എഴുതുമ്പോൾ അത് വായിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മളെക്കാൾ വിവരമുള്ളവരാണ്. അതാണ് അതിന്റെ പ്രധാന കാരണം. അവർ പുതിയ കാലത്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചോളം അവരെ നമുക്ക് പറ്റിക്കാനൊന്നും പറ്റില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടം, അവർക്ക് ഇഷ്ടമായി എന്ന് പറയും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അങ്ങളെ ഇത് ശരിയായിട്ടില്ല എന്ന് പറയും.
അത് എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകും. പുതിയ കാലത്ത് കുഞ്ഞുങ്ങളുടെ ടെക്നോളജിയിൽ വലിയ ഒരു കുതിച്ചുചാട്ടം നടന്നിരിക്കുന്ന സമയത്ത് പുസ്തകങ്ങൾ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാഹിത്യ ശാഖയാണ് ബാലസാഹിത്യം എന്ന് പറയുന്നത്. ഞാൻ പ്രമുഖരായ പല എഴുത്തുകാരോടും ബാലസാഹിത്യ കൃതികൾ ചോദിക്കുമ്പോൾ നമ്മൾ ആ സൈസ് എടുക്കില്ല എന്നാണ് പറയുന്നത്. എന്തോ ഒരു കുറവ് പോലെയാണ്. ഈ ബാലരമയും പൂമ്പാറ്റയും അമ്മളിയമ്മാവനും ഒക്കെ വായിച്ചു വന്ന ഒരു ബാല്യം അവർക്കും ഉണ്ട്. അത് എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കുട്ടികളുടെ സാഹിത്യം അത്ര എളുപ്പത്തിൽ എഴുതാവുന്ന ഒന്നല്ല. കാരണം അവരുടെ മനസ്സനുസരിച്ച് അവർ വായിക്കുന്ന ഒരു ഭാഷയിൽ അത് എഴുതി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്തരത്തിലുള്ള ഒരു വലിയ ഒരു കവി എന്ന നിലയ്ക്ക് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കവിയാണ് സുരേന്ദ്രൻ മാഷ്. അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കവിതാ സമാഹാരം അടുത്ത കാലത്താണ് പ്രസിദ്ധീകരിച്ച ബോധി ബുക്സിന്റെ സ്റ്റാളിലുണ്ട്. ഈ ഉണ്ണിക്കുട്ടന്റെ പിറന്നാൾ സമ്മാനം എന്ന് പറഞ്ഞ ഈ പുസ്തകം അദ്ദേഹം രചിക്കാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രചോദനമായത് ദീർഘനാളായിട്ട് അദ്ദേഹം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച അധ്യാപകനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തൻ്റെ ഈ പറയുന്ന അധ്യാപന ജീവിതത്തില് വീണ കുറേ സംഭവങ്ങൾ വീണ് കിട്ടിയ അദ്ദേഹത്തിന്റെ അറിവ് അനുഭവങ്ങളൊക്കെ തന്നെ ഒരു പുസ്തക സൃഷ്ടിയിൽ അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ടാവും. ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാൾ സമ്മാനം ഞാൻ മൊത്തത്തിൽ ഒന്ന് ഓടിച്ചു നോക്കി. നല്ല പ്രൊഡക്ഷനാണ്, നല്ല രീതിയിൽ വായിക്കാം. പിന്നെ നല്ല വലിയ മുഴുത്ത അക്ഷരങ്ങളിലാണ് അദ്ദേഹം അത് എഴുതിയേക്കുന്നത്. സാധാരണ നിലയ്ക്ക് ഒരു പുസ്തകത്തിന്റെ പല പുസ്തകങ്ങളിലും ഈ അക്ഷരങ്ങൾ ഒരു 10 പോയിന്റിനൊക്കെ താഴെ വന്നിട്ട് പുസ്തകം വായിക്കാൻ പറ്റത്തില്ല. അത് ഒരു പുതിയ കാലത്തെ പുതിയൊരു ലേഔട്ടിന്റെ ഭാഗമാണ്. അപ്പൊ അതിനൊക്കെ മാറ്റമായിട്ട് ഗംഭീരമായിട്ടാണ് ഈ പുസ്തകം അദ്ദേഹം ഇവിടെ നമുക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊടുക്കാവുന്ന ഒരു ഗംഭീര പുസ്തകമാണ് ഉണ്ണിക്കുട്ടന്റെ പിറന്നാൾ സമ്മാനം. ഈ നിങ്ങൾക്കെല്ലാം അനുവാദത്തോടുകൂടി ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. അതോടൊപ്പം ഇവിടെ ഇപ്പം പറഞ്ഞപ്പോൾ സുരേന്ദ്രൻ മാഷ് പറഞ്ഞതിൽ ഒരു ഇതുണ്ട്. അതായത് അദ്ദേഹം പറയുന്നു നമ്മുടെ മറ്റു പ്രസാധകരെ മറ്റു പലർക്കും അറിയില്ല എന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു പ്രസാധകനെ കാണുമ്പം എന്നെ ഉണ്ട്, അത്രയും തീർന്നു. അല്ലെ വഴിയെ പോകുമ്പോൾ പിന്നെയും കണ്ട ഒരു പ്രസാധകനെ കൈപൊക്കി കാണിക്കുന്നതിനപ്പുറം ആരാണ്, എന്താണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് ഇവരുടെ സാഹചര്യം എന്നൊന്നും ഒരു പ്രസാധകർക്ക് പരസ്പരം അറിയില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഓരോ പ്രസാധകരും ഓരോ വൃത്തത്തിനുള്ളിലാണ്. അവരുടേതായ ഒരു കൊച്ചു ലോകം ആ വൃത്തത്തിനുള്ളിൽ തീർത്ത് നിൽക്കുകയാണ്. ഞാനൊരു വൃത്തത്തിനുള്ളിൽ, സുരേന്ദ്രൻ മാഷ് മറ്റൊരു വൃത്തത്തിനുള്ളിൽ, അപ്പുറത്ത് നിൽക്കുന്ന ശരത് ബാബു മറ്റൊരു വൃത്തത്തിനുള്ളിൽ. ഈ വൃത്തത്തെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി ഒരൊറ്റ വൃത്തമാക്കാനായിട്ടുള്ള ഞങ്ങളുടെ ശ്രമമാണ് ഫെഡറേഷൻ ഓഫ് മലയാളം ബുക്ക് പബ്ലിഷേഴ്സ്. അത് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഒരു 50 പ്രസാധകരായിട്ട് വികസിച്ചിട്ടുണ്ട്. ബഹുമാനായ ഷംസി സാർ നമുക്ക് ഇവിടെ ഒരു സ്റ്റാൾ അനുവദിച്ചു. 2-3 പ്രകാശന കർമ്മങ്ങൾ നടന്നു. നമ്മുടെ സമയം ദീർഘിപ്പിക്കുന്നുണ്ട്, കൂടുതൽ പറയുന്നില്ല. ഈ വൃത്തത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ലോകം എന്ന് പറയുന്നത് അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഞങ്ങളുടെ ഒരു സങ്കല്പം എന്നാന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സുരേന്ദ്രൻ മാഷിന് എല്ലാ അഭിനന്ദനങ്ങളും. സംസാരിക്കുന്നത് സുനിൽ പി മുതലകം. എത്രയും പ്രിയപ്പെട്ട സുരേന്ദ്രൻ മാഷ്, അനിൽ വേഗ, ജയേന്ദ്ര സാറ്, ശരത് ബാബു തച്ചമ്പാത അടക്കമുള്ള വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. അന്നൻ സുരേന്ദ്ര മാഷിൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാൾ സമ്മാനം എന്ന ഈ ബാലസാഹിത്യ കൃതി സ്വീകരിക്കാനുള്ള അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ആദ്യമേ അറിയട്ടെ. കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അധ്യാപകനാണ് സുരേന്ദ്രൻ മാഷ്. പഠിപ്പിക്കുന്ന കാലത്തും വിശ്രമ ജീവിതകാലത്തും കുട്ടികൾക്ക് വേണ്ടി നിരന്തരം തൻ്റെ നിലമ്പൂർ എന്ന പ്രദേശത്ത് പൂക്കാട്ടുപടമെന്ന പ്രദേശത്ത് ഒട്ടേറെ പരിപാടികളാണ് മാഷ് നിരന്തരം കുട്ടികൾക്കായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് വീട്ടിൽ ലൈബ്രറി ഒരുക്കുന്ന ഒരു സ്കീം തന്നെ മാഷിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോക്കൽ ലിറ്റററി ഫെസ്റ്റിവലിൽ മാഷിൻ്റെ ഗ്രാമത്തിൽ സംഘടിപ്പിക്കുന്നു.
കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പ്രവർത്തനങ്ങൾ എല്ലാം നേതൃത്വം കൊടുക്കുന്ന സംഘടനാ പ്രവർത്തനം ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെ മാഷ് ആർജിച്ചെടുത്ത ഒരു സംഘടനാ പ്രവർത്തനം മാഷ് സ്വതന്ത്രമായിട്ട് ചെയ്തു വരികയാണ്. അതിൻ്റെ ഒരു പ്രസിദ്ധീകരണ വിഭാഗമാണ് ബോധി ബുക്സ്. മാഷിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയിൽ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് ഫെഡറേഷൻ ഓഫ് മലയാളം ബുക്ക് പബ്ലിഷേഴ്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്നവരാണ് ഈ വേദിയിലിരിക്കുന്നവരും. നമ്മുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് സുരേന്ദ്ര മാഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ്. മറ്റേ വൈസ് പ്രസിഡന്റാണ് ജയേന്ദ്ര മാഷ്. എക്സിക്യൂട്ടീവ് അംഗമാണ് ശരത് തച്ചമ്പാർ. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഇവിടെ പുസ്തക പ്രകാശനം നിർവഹിച്ച അനിൽ ബേക്ക്. ഞങ്ങളെ സംബന്ധിച്ച് ചെറിയ എൻ്റെ വലിപ്പം കൊണ്ട് ചെറുപ്പമാണെങ്കിലും അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനം വലിപ്പമേറിയതാണ്. ഏറെ നല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും അത് ജനങ്ങളിൽ എത്തിക്കാൻ വായനക്കാരിൽ എത്തിക്കാനും ഒക്കെ നിരന്തരം ശ്രമിക്കുന്ന ഒരു ടീമാണ് ഈ ഫെഡറേഷൻ ഓഫ് മലയാളം ബുക്ക് പബ്ലിഷേഴ്സ്. അവരുടെ ഒട്ടേറെ പദ്ധതികളും പ്രവർത്തന പരിപാടികളും ഒക്കെ ഞങ്ങൾ ആലോചിച്ചു കൊണ്ടുവരുന്നു. ചിലത് തുടക്കം കുറിച്ചിട്ടുണ്ട്. ബാലസാഹിത്യ രംഗത്ത് മികച്ച രചനകൾ ഇനിയും കുട്ടികൾക്കായി സമർപ്പിക്കുവാനും രചിക്കാനും ഒക്കെ മാഷിന് കഴിയട്ടെ. എഴുത്ത് ജീവിതത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കു നിർത്തുന്നു. നിങ്ങൾക്ക് ഹൃദയാഭിവാദ്യം. അടുത്ത ആശംസ അർപ്പിച്ചുകൊണ്ട് ശരത് ബാബു തച്ചമ്പാട് സംസാരിക്കും. ഈ പുസ്തകം പ്രകാശനം ചെയ്ത പുസ്തക പ്രസാധകരുടെ കൂട്ടായ്മയുടെ ഏറ്റവും ഊർജ്ജം നൽകുന്ന ശ്രീ അനിൽ വേഗ, മറ്റൊരു ഊർജ്ജദാതാവായ പ്രിയപ്പെട്ട സുനിൽ മധ്യരകം, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, എൻ സുരേന്ദ്രൻ മാഷയുടെ ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാൾ സമ്മാനം എന്ന് പറയുന്ന പുസ്തകം, ഇതിൻ്റെ ഒന്നാം ഭാഗം ഞാൻ വായിച്ചിട്ടുണ്ട്. രണ്ടാം ഭാഗം ഇപ്പോൾ ഇറങ്ങിയത് കൊണ്ട് എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടില്ല. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പ്രസാധകരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. എഴുത്തുകാരുടെ കൂട്ടായ്മ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രസാധകരുടെ എഴുത്തുകാരുടെയും ഇടയിലുള്ള പുസ്തക വായിക്കുന്ന എഴുതുന്ന ഒരാളുകളുടെയും കൂട്ടായ്മ തന്നെയാണ് ഞങ്ങൾ. സാധാരണ ഈ പെരുന്തച്ഛൻ ഒരു കുളം നമുക്കറിയാവുന്ന കഥയാണ്. പെരുന്തച്ഛൻ ഒരു കുളം നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് വട്ടത്തിലുള്ള കുളം വേണമെന്ന്, ഒരാൾ പറഞ്ഞു എനിക്ക് നീളത്തിലുള്ളത് വേണമെന്ന്, ഒരാൾ പറഞ്ഞു ചതുരത്തിലുള്ളത് വേണമെന്ന്. കുളം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പെരുന്തച്ഛൻ ഒരാളെ വിളിച്ച് നിങ്ങൾ ഏത് അളവിലാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് വട്ടത്തിലുള്ള കുളമാണ് വേണ്ടതെന്ന്. പെരുന്തച്ഛൻ കുളത്തിന്റെ ഒരു ഭാഗത്ത് അയാളെ കൊണ്ടു നിർത്തിയിട്ട് കുളം നോക്കാൻ പറഞ്ഞു. അത് വട്ടത്തിലുള്ള കുളമായിരുന്നു. മറ്റു ഭാഗത്ത് നിർത്തിയ ആൾക്കാർ ചതുരമുള്ള കുളമായി തോന്നി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അവിടുന്ന് നോക്കുമ്പോൾ ഈ പുസ്തക പ്രസാധകനാണെന്ന് തോന്നുമെങ്കിൽ ഞങ്ങളൊക്കെ എഴുത്തുകാർ തന്നെയാണ്. ഇതിലിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും എഴുത്തിനോടുള്ള ഇഷ്ടം കൊണ്ട്, വായനയോടുള്ള ഇഷ്ടം കൊണ്ട് എഴുത്തിലേക്ക് വന്ന് അതിനുശേഷം ഞങ്ങൾ ഈ പുസ്തക മേഖലയെ വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഏറ്റെടുത്തവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വേദികളിലൊക്കെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളൊക്കെ ആടിത്തു നിൽക്കുന്നത്. പക്ഷേ മറ്റുള്ള ആളുകൾക്ക് തോന്നാം ഈ ഒഴിഞ്ഞിരിക്കുന്ന കസേരകളോട് എന്തിനാണ് ഞങ്ങൾ ഈ സാഹിത്യം പറയുന്നത്, പുതിയ തലമുറയെ കുറിച്ച് ഞങ്ങൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത്, വരുന്ന തലമുറയിലെ കുട്ടികൾ എങ്ങനെ വായിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള വായനക്കാർ എങ്ങനെ ലോകത്തെ കാണണമെന്നൊക്കെ ഞങ്ങൾ എന്തിനാണ് വ്യാകുലപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നല്ലൊരു തലമുറ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു രക്ഷിതാവിനും ഏതൊരു അധ്യാപകനും നമ്മുടെ മുമ്പിലുള്ള കുട്ടികളെ ചൂണ്ടിക്കൊട്ടി മാത്രമേ, അവരെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് മാത്രമേ ചിന്തിക്കാനും എഴുതാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ സുരേന്ദ്രൻ മാഷയുടെ ഈ കുട്ടികളോടുള്ള ഇഷ്ടം, ബാലസാഹിത്യത്തോടുള്ള പ്രണയം, മാഷ് അദ്ദേഹത്തിൻ്റെ അധ്യാപന ഭാഗം മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ട് കുട്ടികളെ വിളിച്ചുകൊണ്ട് നിലമ്പൂർ എന്ന മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിലൂടെ കുട്ടികളെ മെഴുകുതിരി വെട്ടത്തിലൂടെ നടത്തിക്കൊണ്ട് അക്ഷരത്തിന്റെ ലോകത്തേക്ക് മാഷ് കൊണ്ടു നടത്താറുണ്ട്. മാഷുണ്ടാക്കുന്ന അക്ഷര പൂമരം
കുട്ടികളെല്ലാം ചേർത്ത് വെച്ച് അവിടെ വരുന്ന ആളുകളെ കുറിച്ചൊക്കെ 500 തിരികളൊക്കെ ഇട്ടുകൊണ്ട് മാഷ് ചിലപ്പോൾ ഒരു പ്രോഗ്രാം നടത്തും. 500 ആളുകളെ വിളിച്ചുകൊണ്ട് 500 തിരി തെളിച്ചുകൊണ്ടൊക്കെയാണ് മാഷ് സാഹിത്യത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ രാഷ്ട്രീയ യാത്രകൾ കണ്ട ആളുകളാണ്, രാഷ്ട്രീയ സമരങ്ങൾ കണ്ട ആളുകളാണ്. പക്ഷേ അക്ഷരത്തിന് വേണ്ടി അക്ഷര സമരം എന്ന് പറഞ്ഞ് നിലമ്പൂർ അങ്ങാടിയിലൂടെ കുട്ടികളെയും മുതിർന്നവരെയും ആളുകളെയൊക്കെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ കൂടിയാണ് സുരേന്ദ്രൻ മാഷ്. അങ്ങനെയുള്ള സുരേന്ദ്രൻ മാഷ് കുട്ടികളെ കുറിച്ച് ചിന്തിക്കുന്നുവെങ്കിൽ, കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് പുതിയ തലമുറയ്ക്ക് ഒരു സൗഭാഗ്യമായി കാണും. ഈ വായിക്കുന്ന കുട്ടികൾക്കൊക്കെ ആ പുസ്തകം ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ഒരുപാട് വായനക്കാരുടെ കൈകളിൽ എത്തിക്കട്ടെ. പുതിയ തലമുറയിലെ കുട്ടികൾ ഉണ്ണിക്കുട്ടന്റെ പിറന്നാൾ സമ്മാനം നെഞ്ചോട് ചേർത്ത് വാങ്ങിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയചന്ദ്രൻ സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തികളെ, ഈ സുരേന്ദ്ര സാറിൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാൾ എന്ന സമ്മാനം എന്ന പുസ്തകം എനിക്ക് കാണുമ്പോൾ, സാറിൻ്റെ ആദ്യത്തെ പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ പുസ്തകം ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ സുരേന്ദ്ര സാറുമായിട്ട് ലൈബ്രറി കൗൺസിൽ തുടങ്ങുന്ന കാലം, സാറ് ലൈബ്രറി കൗൺസിലിലേക്ക് വരുന്ന കാലത്ത് കണ്ണൂർ വെച്ചാണ് ആദ്യമായി പരിചയപ്പെടുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ തൊട്ടടുത്ത ജില്ല പത്തനംതിട്ട, ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്, മാവേലിക്കരയാണ് സ്വദേശം. തൊട്ടടുത്ത ജില്ലയിൽ നിന്ന് നിലമ്പൂർ മലപ്പുറം ജില്ലയിലേക്ക് പോയി അധ്യാപന ജീവിതത്തിലേക്ക് പോയിട്ട് നിലമ്പൂർ താമസമാക്കുകയും അവിടെ സ്കൂളുകളിലൂടെ VRCയിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പകർന്നു കൊടുത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് മനസ്സിലാക്കുകയും സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുകയും ഞാനും മോനും കൂടെ ചേർന്നായിരുന്നു അവിടെ റൂം എടുത്തത്. തൊട്ടടുത്ത റൂമിൽ സാറും മോനും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനും സാറും കൂടെ റൂമിൽ താമസിക്കുകയും ഞങ്ങളുടെ മക്കൾ അവരെ മറ്റേ റൂമിൽ താമസിപ്പിച്ചുകൊണ്ട് സാറിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്കത് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. അപ്പം അതുപോലെ കുഞ്ഞുങ്ങൾക്ക് സാറ് ഇപ്പം തെച്ചമ്പാറ ഇവിടെ മറ്റുള്ള ഞങ്ങൾ സഹപ്രവർത്തകരെല്ലാം പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് സാറ് അക്ഷരങ്ങൾ പകർന്നു കൊടുക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. അതായത് ഇപ്പോഴത്തെ BRC നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് എങ്കിൽ പോലും വാക്കുകൾ പഠിപ്പിച്ചുകൊണ്ട് അക്ഷരത്തിലേക്ക് കുഞ്ഞുങ്ങൾ വരുക എന്നുള്ള ഒരു നിലപാട് സാറെടുത്തത്. ഞാൻ സാറിനോട് തന്നെ യോജിക്കാത്ത രീതിയിൽ തന്നെ 1-2 കാര്യങ്ങൾ സാറിനോട് ചോദിച്ചപ്പോൾ സാർ അത് എങ്ങനെയാണ് അത് നടപ്പിലാക്കേണ്ടതെന്നുള്ള ഒരു വശം വരെ എനിക്കത് പറഞ്ഞു മനസ്സിലാക്കുകയും, പക്ഷെ അധ്യാപകരാരും ഭൂരിഭാഗം അധ്യാപകരും അതിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പം ശരിക്കും ആ ട്രെയിനിങ്ങിലൂടെ കുഞ്ഞുങ്ങളെ അതിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ നിലമ്പൂർ പ്രദേശത്തെ ഒരുപാട് വീടുകളിൽ സാറ് നടന്നു പോയി അല്ലേ ഒരുപാട് വീടുകളിൽ പോയി കുഞ്ഞുങ്ങൾക്ക് ലൈബ്രറികൾ ഉണ്ടാക്കുന്നതിന് ഒരുപാട് പുസ്തകങ്ങൾ ഡൊണേറ്റ് ചെയ്യുകയും ലൈബ്രറികൾ ഉണ്ടാക്കുകയും ചെയ്ത് അങ്ങനെ എത്ര 100 ചില്ലുവാനും വീട്ടിലാണ്ട് ലൈബ്രറികൾ സ്വന്തമായി കുഞ്ഞുങ്ങൾക്ക് ലൈബ്രറി ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം നൽകിയ ഒരു വ്യക്തിത്വത്തിന് ഇതിൻ്റെ ഉടമയാണ്. അപ്പോൾ സാറിന് ഈ പുസ്തകങ്ങൾ മാത്രമല്ല, സാറിന് ധാരാളം പുസ്തകങ്ങളുണ്ട്. സാറിപ്പോൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, രാജ്യം ഭയമാകുന്ന ഇടം, കവിത. എനിക്ക് പെട്ടെന്ന് മെമ്മറി പോയതാണ്. ഈ പുസ്തകം ഞാൻ എൻ്റെ കൈവശമുണ്ട്. രാജ്യം ഭയമാകുന്ന ഇടം. അതിൻ്റെ കവിതകൾ ഓരോന്നും വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു പുസ്തകങ്ങൾ വായനയിലുണ്ടാകുന്ന ഒരു ആഹ്ലാദം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തത് തന്നെയാണ്. അത്രയ്ക്ക് നല്ല രീതിയിൽ പുസ്തകങ്ങൾ ധാരാളം എഴുതുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. സാറിൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാൾ സമ്മാനം എന്ന പുസ്തകത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഇതിവിടെ ചേർക്കുന്നു. 3-4 മിനിറ്റോളം ഉണ്ട്. എനിക്ക് 10 മിനിറ്റ് കിട്ടിയാലും തീരില്ല. അതുപോലെ പറയാനുണ്ട് ഉണ്ണിക്കുട്ടനെ കുറിച്ചും. പക്ഷേ അങ്ങനെ പറയാൻ പറ്റുന്ന വേദിയല്ലല്ലോ ഇത്. ഞാൻ ഇന്നലെ പരിചയപ്പെട്ട് ഇന്നലെ 2 വേദി പങ്കിട്ട ശ്രീ സജീവ് കുമാർ സാർ ഇവിടെ ഉണ്ട്. എന്നെ നിങ്ങൾക്ക് പലർക്കും പരിചയമില്ലെങ്കിലും സാറിനെ പരിചയം ഉണ്ടാവും. അതുകൊണ്ട് സാർ ഇങ്ങോട്ട് വരികയും ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് അല്ലെ അര മിനിറ്റ് ആയാലും മതി, ബാക്കി ഞാൻ സമയം ഉപയോഗിച്ചോണം. ആശംസ അർപ്പിക്കുന്നു.
ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ മാഷ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ 2 പരിപാടിയിൽ സുരേന്ദ്രൻ മാഷിന്റെ 2 പരിപാടി പങ്കെടുത്തത്. ഈ പുസ്തക പ്രകാശനത്തെ കുറിച്ച് എനിക്കൊരു അറിയിപ്പ് തന്നിരുന്നു, പക്ഷെ എത്താൻ ലേറ്റായി പോയി. പുസ്തകത്തിനും സുരേന്ദ്രൻ മാഷിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സുഹൃത്തുക്കളെ, ഈ ഉണ്ണിക്കുട്ടന്റെ പിറന്നാൾ സമ്മാനത്തിന് ഒരു പ്രത്യേകത, ഇതിലെ പ്രധാനമായിട്ടുള്ള പ്രമേയം അല്ലെങ്കിൽ തീം കുട്ടികളുടെ ഫാന്റസി അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള യാഥാർത്ഥ്യവും അയഥാർത്ഥ്യവും കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു രചനാരീതിയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ സമുദ്രശില വായിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഈ പുസ്തകം വായിക്കുമ്പോൾ. ഏതാണ്ട് അതിന്റെ ഒരു ചെറിയ അനുകരണം വേണമെങ്കിൽ ഞാൻ സ്വീകരിച്ചു എന്ന് തുറന്ന് സമ്മതിക്കാം. കാരണം സുഭാഷ് ചന്ദ്രന് സമുദ്രശിലയിലെ ഒരു കഥാപാത്രമാണ്. മാത്രമല്ല, ഇവിടെ ജീവിച്ചിരിക്കുന്ന കുറേയധികം ആളുകൾ ആ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ. അതേപോലെ തന്നെ ഇതിലും ഞാൻ ഒരു കഥാപാത്രമാണ്. ഇതിലെ ഇല്ലസ്ട്രേഷൻ നടത്തിയ മനു കള്ളിക്കാട് ഒരു കഥാപാത്രമായിട്ട് കുറെ സമയം അരമണിക്കൂറോളം പ്രഭാഷണം നടത്തുന്ന സന്ദർഭമുണ്ട്. ഉണ്ണിക്കുട്ടൻ വായനയിലേക്ക് വന്ന് 2ാം ഘട്ടം എഴുതാനുണ്ടായ ഒരു പ്രചോദനം നേരത്തെ ഇവിടെ അനിൽ സൂചിപ്പിച്ചതുപോലെ, എന്തെങ്കിലും എഴുതി കൊടുത്താൽ വായിക്കുന്നവരല്ല നമ്മുടെ കുട്ടികൾ. അവർക്ക് വായിക്കാൻ കഴിയുന്ന, അവർക്ക് താല്പര്യമുള്ള രീതിയിലേക്ക് എഴുതാൻ കഴിയണം. അത്തരത്തിൽ ഫാന്റസി ഒരു മുഖ്യ എന്താ പറയാ കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു രൂപത്തിൽ ഉണ്ണിക്കുട്ടന് കിട്ടിയ ഒരു തൊപ്പി, ആ തൊപ്പി പ്രധാന സമ്മാനമായി കിട്ടിയ തൊപ്പിയോട് എന്ത് പറഞ്ഞാലും അത് സാധിച്ചു കിട്ടും. അങ്ങനെ അവസാനം ഒരു ഈ തൊപ്പിയിൽ കയറി വുഹാനിലെ ഇഴക്കാന്തൂക്കായി സഞ്ചരിക്കുന്ന ട്രെയിൻ കാണാൻ വേണ്ടി പോകുന്ന സന്ദർഭം വരെ ഈ ബാലൻ നോവലിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് ഉണ്ണിക്കുട്ടൻ ഒരു നല്ലൊരു സാഹിത്യകാരനായിട്ട് മാറുകയും ഒരു പുസ്തകം, ഒരു ബാലസാഹിത്യം രചിക്കുകയും ചെയ്ത് ഒരു എഴുത്തുകാരനായി മാറിയ സന്ദർഭം വിവരിച്ചുകൊണ്ടാണ് അവസാനം ഇത് അവസാനിപ്പിച്ചത്. ഇനി തീർച്ചയായിട്ടും ഇതിനൊരു 3ാം ഭാഗം എഴുതണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും, എനിക്ക് പ്രത്യേക സ്വഭാവമുണ്ട്, ഒരിക്കൽ പറഞ്ഞ കാര്യം മറ്റൊരിക്കൽ അത് വീണ്ടും ആവർത്തിക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ചില കവിതകളുടെ ശകലങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ചൊല്ലും. പക്ഷെ ഇവിടെ ഇവരൊക്കെ സ്ഥിരമായിട്ടിരിക്കുന്ന ആളുകളായപ്പോ തീർച്ചയായിട്ടും അത് കേട്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഒരിക്കൽ പറഞ്ഞ കാര്യം വീണ്ടും പറയാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും ബെല്ലടി വന്നിട്ടില്ല, അതുകൊണ്ട് ബെല്ലടിച്ചു. ഇനി 1 മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിനുള്ള അവകാശം എനിക്കുണ്ട്. മറന്നുപോയത് കൊണ്ടായിരിക്കില്ലേ. ഏതായാലും ഞാൻ നിർത്തുന്നു. കാരണം വളരെ കൃത്യമായ സമയത്ത് 3 മണിക്ക് തന്നെ അടുത്ത പുസ്തക പ്രകാശനം ഇവിടെ നടക്കണം. അതുകൊണ്ട് എന്റെ വകയായിട്ടുള്ള ഒരു ചെറിയ നന്ദി പറഞ്ഞിട്ട് നമ്മുടെ എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നതിന് വേണ്ടി രാജൻ പാശല്ലൂരിനെ ക്ഷണിക്കുന്നു. ഒരു 1/2 മിനിറ്റ് തന്നെ വേണ്ട. ഈ പുസ്തക പ്രകാശന കർമ്മത്തിന് പങ്കെടുത്ത എല്ലാ മഹനീയ വ്യക്തികൾക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ പുസ്തക പ്രകാശനത്തിന് ഇവിടെ അവസരം തന്ന നിയമസഭാ പുസ്തക മേള കമ്മിറ്റിക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു.